നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ റോളിൽ ആരായിരിക്കും? കഴിഞ്ഞ കുറേ കാലമായിട്ട് ബ്രസീൽ ഒരു പ്രോപ്പർ നമ്പർ 9 ഇല്ലാതെ ബുദ്ധിമുട്ടുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻട്രിക്കിന് ആ പ്രശ്നം പരിഹരിക്കാനാവുമോ എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇപ്പോൾ ഈജിപ്തിനെതിരെ അദ്ദേഹം ഗോൾ അടിക്കുമ്പോൾ കൂടുതൽ സാധ്യതകൾ തെളിയുകയാണ്. ആഞ്ചലോട്ടിയുടെ വജ്രായുധം എന്ന രൂപത്തിൽ ഏതായാലും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലെങ്കിലും നമുക്ക് വേൾഡ് കപ്പിൽ എൻട്രിക്കിനെ കാണാൻ കഴിയും. കോച്ച് ഇന്നലെ കളിക്ക് ശേഷം പറഞ്ഞില്ലേ, എൻട്രിക്കിന് അതിന് കഴിയും, അതായത് കിടിലൻ ഷോട്ടുകൾ ഉതിർക്കാൻ അവനെ കൊണ്ട് പറ്റും. അതെനിക്ക് നന്നായിട്ടറിയാം, അതാണ് അവൻ്റെ സ്ട്രെങ്ത് എന്ന്. അവിടെയുണ്ട് കാര്യം. ബോക്സിൽ ലഭിക്കുന്ന ബോൾ വൺ ടച്ചിൽ അടിച്ച് കയറ്റാൻ പറ്റണം. അങ്ങനെ പറ്റുന്നൊരു സ്ട്രൈക്കർ, അതാണ് ബ്രസീൽ കുറച്ച് കാലമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് എൻട്രിക്കിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ എൻട്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇടക്കാലത്ത് അദ്ദേഹത്തിന് അത്ര പ്ലേയിങ് ടൈമൊന്നും റയൽ മാഡ്രിഡ് കൊടുത്തില്ല. അതിൻ്റെ റിസൾട്ട് എന്താ? അദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ട് ലിയോണിലേക്ക് പോയി. ലിയോണിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം അവിടെ കാണിക്കുന്നത് നമ്മൾ കണ്ടു. തിരിച്ച് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എത്തി. എൻട്രിക്ക് അതാണ് ഇന്നലെ ഈ ഒരു വിജയത്തിന് ശേഷം പറയുന്നത്. അദ്ദേഹം പറയുന്നു, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് റയൽ മാഡ്രിഡിൽ അത്ര ടൈം ലഭിച്ചില്ല. ദൈവത്തിന് നന്ദി, എനിക്ക് നല്ല കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. ഞാൻ ലിയോൺ തിരഞ്ഞെടുത്ത് അവിടേക്ക് ട്രാൻസ്ഫർ ആയത് എൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പുതിയ ഒരു ക്ലബ്ബിൽ പുതിയ ആളുകളോട് എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ എനിക്കവിടെ കൂടുതൽ കളിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് തിരിച്ചെത്തുക. കുഞ്ഞുനാളിൽ ഞാൻ ആഗ്രഹിച്ചതാണ് അത് ബ്രസീലിയൻ ദേശീയ ടീമിലെത്തുക എന്നുള്ളത്. ആ ദേശീയ ടീമിലേക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ഒരു ബ്രസീലിയൻ ഫുട്ബോളർക്ക് ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് വീണ്ടും ദേശീയ ടീമിനോടൊപ്പം എത്താൻ കഴിയുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഒരു വേൾഡ് കപ്പിന് തൊട്ടരികെ, വേൾഡ് കപ്പിന് ഒരാഴ്ച മാത്രം മുമ്പ് ഒരു മത്സരത്തിൽ ടീമിൻ്റെ വിജയ ഗോൾ നേടാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ്. This is where I want to be, where I want to show my football, always giving my all for my nation. I am always grateful for this goal. I dedicated it to my wife and to my son who is in her womb എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ എൻട്രിക്കും ഉള്ളത്. എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, അത്രയധികം ഒന്നും ബ്രസീൽ ടീമിലും അവസരം ലഭിച്ചിട്ടില്ല. 17 കളികൾ ബ്രസീലിനായിട്ട് കളിച്ചു എന്ന് പറയുമ്പോഴും 489 മിനിറ്റാണ് ടോട്ടൽ കളിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2 കളികളിൽ മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 4 ഗോളുകളും 1 അസിസ്റ്റും ഓൾറെഡി ബ്രസീലിയൻ ടീമിന് വേണ്ടി നേടിയിട്ടുമുണ്ട്. ഇനി ബാക്കി വേൾഡ് കപ്പിൽ ഒരു ഗോളടി വേളം എൻട്രിക്കിന് നടത്താൻ പറ്റുമോ? ഏതായാലും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ആഞ്ചലോട്ടി കളി തിരിക്കാൻ വേണ്ടി ഇറക്കി വിടുന്ന താരങ്ങളിൽ ഒരാൾ എൻട്രിക്കായിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.